പോയി. ഹലോ, ഏഷ്യ കപ്പിലെ പുതിയ വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തെ പറ്റിയാണ്. അങ്ങനെ ഈ വർഷത്തെ ഏഷ്യ കപ്പിൽ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. 7 വിക്കറ്റിനാണ് ഇന്ത്യ ജയിച്ചത്. ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യ പാകിസ്ഥാനെ ബാറ്റിങ്ങിനാണ് അയച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത് പാകിസ്ഥാൻ 6 ഓവർ മെഷീൻ്റെ ഓപ്പണിംഗ് ഇറക്കി. ബുംറയെ 6 ബോൾ 6 സിക്സ് അടിക്കാൻ വേണ്ടി ഇറങ്ങിയ ഓപ്പണറിന് ഹർദിക് പാണ്ഡ്യ ഫസ്റ്റ് ബോളിൽ ഔട്ടായി. എന്തായി മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച പാകിസ്ഥാൻ ഭയങ്കര ഹ്യൂജ് ടോട്ടലായി 127 എടുത്തിരിക്കുകയും. അങ്ങനെ ഓപ്പണിംഗ് ബാറ്റിംഗ് ഇറങ്ങിയ പാകിസ്ഥാൻ 127-ൽ 9 വിക്കറ്റ് എന്നതിൽ ബാറ്റിംഗ് തീർത്തിരിക്കുകയാണ്. ഫോമിൽ നിൽക്കുന്ന ക്യാപ്റ്റൻ 12 ബോളിൽ 3 റൺ അടിച്ച് ഔട്ടാവുകയും ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ട മെൻഷൻ എന്ന് പറഞ്ഞാൽ ഷാഹിൻ അഫ്രീയുടെ 33 റൺസ്. പിന്നെ ആകെ പറയാനുള്ളത് ഷാഹിൻ ഷാ അഫ്രീയുടെ 33 റൺസ്. 100 കടക്കൂല എന്ന് വിചാരിച്ച പാകിസ്ഥാനെ 127 എത്തിച്ചത് ഷാഹിൻ ഷാ അഫ്രീഡിയാണ്. അങ്ങനെ മറുപടി ബാറ്റിങ്ങിന് ഇന്ത്യ വളരെ മികച്ച തുടക്കം അഭിഷേക് ശർമ്മ കൊടുത്തുവെങ്കിലും അത് തെറ്റിക്കാൻ വേണ്ടി ശുഭ്മാൻ ഗിൽ 7 ബോൾ 10 റൺ എടുത്ത് ഔട്ടായി. പിന്നെ വന്ന സൂര്യകുമാർ യാദവ് ആസ് യൂഷ്വൽ കളിക്കാൻ നോക്കിയില്ല. ആസ് എ ക്യാപ്റ്റൻ ആ ഒരു സിറ്റുവേഷനിൽ വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തെങ്കിലും അവസാനത്തോടുകൂടി 47 റൺസ് എടുത്ത് ഇന്ത്യ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിനനുസരിച്ച് നമ്മുടെ ക്യാപ്റ്റൻ 37 പന്തിൽ 47 റൺസ് എടുത്ത് അശാസ്ത്രീയ അനാവശ്യം വളരെ എളുപ്പത്തിൽ ഇന്ത്യയെ കളി ജയിപ്പിച്ചു. ഇനി ഇന്ത്യൻ ടീമിൻ്റെ ബോളിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓവറിൽ തന്നെ ഹർദിക് പാണ്ഡ്യ വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് കുൽദീപ് യാദവിൻ്റെയും അക്സറിൻ്റെ പെർഫോമൻസാണ്. 3 വിക്കറ്റ് 2 വിക്കറ്റ് വെച്ച് എടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ബോളിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ സൈം അയ്യൂബിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. 3 വിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. 4 ഓവറിൽ 35 റൺസാണ് വിഴുങ്ങിയിട്ടുള്ളത്. ഗൈസ് 4 ഓവറിൽ 35 റൺസാണ് വഴങ്ങിയിട്ടുള്ളത്. പിന്നെ മാൻ ഓഫ് ദ മാച്ച് കുൽദീപ് യാദവാണ്. അപ്പോൾ നമ്മൾ എൻകറേജ് ചെയ്തില്ല ക്യാമറമാൻ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തു. പിന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.